നമ്മൾ ഈ കാസറ്റുകൾ ചെയ്തതേ, ഈ ഓണത്തിനിടെ പുട്ടുവച്ചടം പോലുള്ള കാസറ്റുകൾ ചെയ്തതിൽ ഏറ്റവും ഹിറ്റായ ഏത് പാട്ടിന്റെ പാരഡി ആയിരുന്നു? എനിക്ക് തോന്നണത് പാട്ടുകൾ നമ്മൾ ഇപ്പോൾ നമ്മുടെ നോട്ടിന്റെ അവസ്ഥയുണ്ടായിരുന്നു. നമ്മുടെ നോട്ടെന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്ത് ചെന്നാൽ അവരുടെ കറൻസി എപ്പോഴും നല്ല പ്യുവർ, നല്ല ഉഗ്രം പേപ്പർ ആയിരിക്കും. അതിലൊരു ഐ ലവ് യു എന്ന് എഴുതുന്നതോ മൊബൈൽ നമ്പറോ കീറിയതോ അതിൽ ഒട്ടിച്ച പേപ്പറോ ഒന്നും ഉണ്ടാവില്ല. നമ്മുടെ നോട്ടായിരുന്നു. ഇപ്പൊ മീൻകാരൻ്റെ അടുത്ത് ചെന്നാലും പലർക്കടയിൽ ചെന്നാലും തിരിച്ചു വരുമ്പോൾ 2 ഒട്ടിച്ചതായിരിക്കാം, അതിൽ നടുക്ക് ഊട്ടുണ്ടാകാം, അങ്ങനെയൊക്കെ ഉണ്ടാകും. അപ്പൊ ആ സമയത്ത് നമ്മൾ അതിന്റെ വിഷമം കൊണ്ട് നമ്മളൊരു പാട്ട് എഴുതിയിട്ടുണ്ട്. അതെ അതെ, അത് ഒരു കാലത്ത് അങ്ങനെ കുറെ നോട്ടുകൾ ഉണ്ടായിരുന്നു, പക്ഷെ അങ്ങനെ ഇല്ല. അത് നമുക്കൊന്ന് കേൾക്കാം അല്ലേ? കണ്ടം വെച്ചൊരു നോട്ടാണ് ഇത്, കണ്ടാലറക്കണ നോട്ടാണ്, 5ന്റെ 10ന്റെ നോട്ടാണ്, ഈ നോട്ടിൽ സെല്ലോട്ടേപ്പാണ്. കണ്ടം വെച്ചൊരു നോട്ടാണ് ഇത്, കണ്ടാലറക്കണ നോട്ടാണ്, 5ന്റെ 10ന്റെ നോട്ടാണ്, ഈ നോട്ടിൽ സെല്ലോട്ടേപ്പാണ്. സായിപ്പന്മാർ വെറുതെ എന്തിന് ലോകം മുഴുവൻ ചുറ്റുന്നു, നമ്മുടെ നോട്ടിൻഡോട്ടെ കൂടി ലോകം മൊത്തം കാണാലോ. ഇത് കണ്ടം വെച്ചൊരു നോട്ടാണ്, ഇത് കണ്ടാലറക്കണ നോട്ടാണ്, 5ന്റെ 10ന്റെ നോട്ടാണ്, ഈ നോട്ടിൽ സെല്ലോട്ടേപ്പാണ്. ഇതിന്റെ ഒരു പ്രത്യേകത എന്താ സാറേ, ഈ പാട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഗിരീഷ് പുത്തഞ്ചേരി ചേട്ടൻ അവിടെ വന്നു. സ്റ്റുഡിയോയിൽ യാദൃശ്യമായിട്ട് എന്തോ കാര്യത്തിന് വന്നതാണ് അദ്ദേഹം ഈ പാട്ട് കേട്ടു. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നതെന്ന് വെച്ചാല്, ഒരു കാലത്ത് പാരഡി എന്ന് പറയുന്ന സംഭവത്തിനെ വളരെ എന്താ പറയണേ, ഒരു പിന്നാമ്പുറത്ത് നിൽക്കേണ്ട ഒരു സംഭവമാണെന്ന് വിചാരിക്കുന്ന ഒരു വഷളം പരിപാടിയാണെന്ന് വിചാരിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു. അപ്പോൾ അന്നൊക്കെ ഞങ്ങൾക്കൊക്കെ എനിക്കൊക്കെ ശരിക്കും പേടിയായിരുന്നു പാരഡിയൊക്കെ പാടുന്നു പറയാനൊക്കെ തന്നെ. ആ ഒരു സമയത്താണ് ശരിക്കും പറഞ്ഞ ഗിരീഷ് ചേട്ടനെ പോലെ, അതുപോലെ തന്നെ TS രാധാകൃഷ്ണജിയെ പോലെ, അതുപോലെ ജയവിജയൻ സാറിനെ പോലെയുള്ള ആൾക്കാരൊക്കെ ഈ പാട്ട് കേട്ടിട്ട് ചിരിക്കുകയും അതിനെ അഭിനന്ദിക്കുകയും. ഞങ്ങളെ വിളിച്ചിട്ട് ഗിരീഷ് ചേട്ടൻ അന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്കൊക്കെ എങ്ങനെ പറ്റണ്ട, എങ്ങനെ ഉണ്ടാക്കാൻ, അങ്ങനെ ഒരു അനുഭവം ഉണ്ടായെന്ന് പറയുന്നത് ഞാൻ ആ കാലത്തൊക്കെ ആലോചിച്ചിട്ടുണ്ട് പ്രദീപ്. അതായത് നല്ല ഒന്നാന്തരം പാരഡി എന്നുള്ളത് നമ്മുടെ തിക്കുറിച്ചേട്ടൻ സൂപ്പർ പാരഡി ആയിരുന്നു. കുമാരനാശാന്റെ ലീലയ്ക്കും നള്ളിക്കും ഒക്കെ പാരഡി എഴുതിയിട്ടുണ്ട് അദ്ദേഹം. ഒരുവിധമുള്ള അദ്ദേഹത്തിന്റെ കൃതികൾക്കെല്ലാം, ചണ്ടാലഭിഷിക്കൊക്കെ അദ്ദേഹത്തിന്റെ ഒരു പാരഡി ഉണ്ട്. പ്രോബ്ലം എന്നറിയോ, ഈ തിക്കുറിച്ച് എഴുതിയ പാരഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം വളരെ ഉയർത്തി നിൽക്കുന്ന ഒരാളാണല്ലോ. അപ്പോൾ പാരഡിക്ക് വില ഉണ്ടായിന്. പക്ഷെ അദ്ദേഹത്തിന്റെ പാരഡി പുറത്ത് പാടാൻ പറ്റത്തില്ലായിരുന്നു. ശീലമുള്ള വാക്കുകളൊന്നും നിർഭാഗ്യവശാൽ പുള്ളി ഉപയോഗിക്കത്തില്ലായിരുന്നു. പുള്ളിയുടേതായ ഒരിക്കൽ എന്നെ അദ്ദേഹത്തിന്റെ നല്ല സമയത്ത്, അദ്ദേഹം പീക്കി നിൽക്കുന്ന ഒരു സമയത്ത് നളിനി എന്നെ കേൾപ്പിച്ചു. ആ കാലത്ത് ഈ കലാമി ഒരു മാഗസീനിൽ തികുറിച്ചേട്ടൻ്റെ ഒരു ലേഖനം ഞാൻ എഴുതി. അങ്ങനെ ഒരു പുരസ്കാരം കിട്ടിയായിരുന്നു ആ സമയത്ത്. അപ്പോൾ എൻ്റെ അടുത്ത് എഡിറ്റർ പറഞ്ഞു, നമുക്കൊരു അദ്ദേഹത്തിൻ്റെ ഒരു പാരഡി കൂടി ഇതിൻ്റെ കൂടെ കൊടുക്കാം, കോളമൊക്കെ വരച്ച് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, മോനെ നിനക്ക് ഏതാ വേണ്ടേ? ഞാൻ പറഞ്ഞു, ചേട്ടൻ്റെ കുഴപ്പമില്ലാത്ത 1-2 പറയാം, 2 പീസ് പാടി. ഞാൻ പറഞ്ഞു, ചേട്ടാ ഇത് വേണ്ട. അതേസമയം ഞാൻ തീർച്ചയായിട്ടും പറഞ്ഞു, ചേട്ടനത് ഇത് കുറച്ചുകൂടെ ഒരു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എഴുതിയിരുന്നെങ്കിൽ ഒരുപക്ഷെ പാരഡിക്കാർക്ക് അത് വലിയ മോചനമായതിന്. കാര്യം വിവരമുള്ളവർ ഇന്ന് ആൾക്കാർ ചിന്തിക്കുന്നവർ പറയുമ്പോഴാണല്ലോ ഇതിനൊക്കെ ഒരു വില കിട്ടുക. പക്ഷെ അത് നടന്നില്ല. ഞാൻ എൻ്റെ ഓർമ്മയിൽ കൂടുതൽ കേൾക്കുന്നത് വി.ഡി. രാജപ്പന്റെ കഥാപ്രസംഗത്തിലൂടെയാണ്. കാര്യം അദ്ദേഹത്തിന്റെ കഥാപ്രസംഗം സാധാരണ ജീവിച്ചിരിക്കുന്ന പക്ഷിമൃഗാദികളെ കുറിച്ചുള്ള അങ്ങനെയാണ്. അപ്പൊ അതിങ്ങനെ പാടുന്നതിന്റെ ഇടയിൽ വരുന്നത് അദ്ദേഹം ട്യൂൺ ചെയ്ത വരികളല്ല, ഈ സിനിമാ ഗാനങ്ങളുടെ നല്ല വരികളാണ്. അപ്പൊ അതിങ്ങനെ കേട്ട് കുറെ കാലം കഴിഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തിന്റെ കൂടെ ഞാൻ കുറെ കാലം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ കൂടെയായി. അപ്പൊ പിന്നെ പുള്ളിക്ക് കഥ എഴുതലി, ആനമയക്കി, കുറെ രാജ്യങ്ങളും കുറെ സ്ഥലങ്ങളും കുറെ കാസറ്റും ഒക്കെ ഞാൻ കൂടെ വർക്ക് ചെയ്തു. അപ്പൊ അങ്ങനെ ഒരു ബന്ധം എനിക്ക് പുള്ളിയുമായിട്ടുണ്ടായി. അല്ല, ഞാൻ പുള്ളിയുടെ കൂടെ അന്ന് വിദേശത്ത് പറയുന്നത് ടൈറ്റിലും സൂപ്പർ ആയിരുന്നു. അല്ല, കുറച്ചു കാലം കഴിഞ്ഞപ്പോഴാണ് ഞങ്ങൾ പുറത്ത് തമ്മിൽ ഒരുമിച്ച് കൂടാനും ഇവിടെ ആനമൈക്കി എന്നുള്ള സുന്ദരിയൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ അതുപോലെ തന്നെ ചാരായമേ നാടൻ ചാരായമേ കുടിയന് തെങ്ങിന്റെ വരദാനമേ വേദനയെ പോലും വേദാന്തമാക്കുന്ന വാറ്റിന്റെ സന്താനം ചാരായമേ ചാരായമേ എന്നൊക്കെ പറഞ്ഞ് പുള്ളി അന്ന് പുള്ളിയുടെ ശബ്ദത്തിന് അങ്ങനത്തെ ഒരു പ്രത്യേകതയാണ്. ഏത് റേഞ്ച് ആണെങ്കിലും ഈ ഭയങ്കരമാണത്. അതിൽ നിന്നാണ് ഞങ്ങൾ തുടങ്ങിയത്. ആ പുള്ളി ഉണ്ടാക്കി വെച്ച പാറ്റേണിൽ നിന്ന് പിന്നെ നിരവധി ആളുകൾ, മിമിക്ക ഉണ്ട്, മരിച്ചുപോയി, പിന്നെ നാദർഷ്ക അങ്ങനെ വന്നു, നാദർഷ വന്നു, പിന്നെ ഒരു കൂട്ടുകെട്ട്. പക്ഷെ നല്ല പാട്ട് ഇറങ്ങി നല്ല ഈണമുണ്ടെങ്കിൽ മാത്രമേ പാരഡി വിജയിക്കുള്ളൂ. ഇല്ലാത്ത പാട്ടുമ്മ കയറി നമ്മൾ പക്ഷെ പാരഡിക്ക് കുറച്ചു കാലം കഴിയുമ്പോൾ പ്രദീപ് ഒരു വിലയുണ്ടായി അല്ലേ? ആദ്യം വരുമ്പോ ആൾക്കാർ ഇതൊരു പരിഹസിക്കാനുള്ള കാര്യമായി കണ്ടു. ഇതൊരു മോശമാണെന്നൊക്കെ നല്ല പാട്ട് ആൾക്കാർ എഴുതി വെച്ച നല്ല വരികളൊക്കെ നാശമാക്കുന്നു.
എന്നുള്ളൊരു അഭിപ്രായമൊക്കെ ആദ്യകാലത്തുണ്ടായിരുന്നു. അതിൽ ഞങ്ങൾക്ക് തോന്നിയത് നമ്മളുടെ ഇപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ പണ്ട് നമുക്ക് ഗൃഹാതുരത്വം ഉണർത്തുന്ന ഓണമാണ്. മുമ്പിൽ പൂക്കൾ പറിക്കുന്നു, മുറ്റത്ത് പൂക്കളം ഇടുന്നു, മാവേലി വിളിക്കുന്നു, ആർപ്പോ ഇറോ എന്നൊക്കെ പറയുന്നു. അങ്ങനെ മൊത്തത്തിൽ വിഭവസമൃദ്ധമായ സദ്യയും കാര്യങ്ങളൊക്കെ ഇട്ടുള്ള ഒരു ജനകീയ കൂട്ടായ്മയും കുട്ടികളുടെ കൈകുട്ടികളിയും ഒക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഇന്ന് മാറിയിട്ട് കയ്യിൽ ഈ മൊബൈൽ യന്ത്രം വന്നതോടുകൂടി എന്ത് പറ്റിയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പലരുടെയും കഥ കഴിഞ്ഞു. ടോർച്ചിൻ്റെ കഥ കഴിഞ്ഞു, വാച്ചിൻ്റെ കഥ കഴിഞ്ഞു, കലണ്ടറിൻ്റെ കഥ കഴിഞ്ഞു, പിന്നെ ബ്രോക്കറിൻ്റെ കഥ കഴിഞ്ഞു. ആ മൊബൈലിൽ പിന്നെ ഭർത്താവിൻ്റെ മൊബൈൽ ഭാര്യ ഇവിടെ കയ്യിൽ കിട്ടിയ അതിൻ്റെ പിന്നെ പാസ്വേഡ് അറിയാമെങ്കിൽ ഭർത്താവിൻ്റെ കഥ കഴിഞ്ഞു. അങ്ങനെ എല്ലാ മൊത്തം പോയി. പിള്ളേർ ഇതിന് അടിമയാണ്, അഡിക്റ്റാണ്. അവർക്ക് പറമ്പിൽ കളിക്കാനോ പാടത്ത് കളിക്കാനോ അല്ല പമ്പരം കറക്കാനോ പട്ടം പറപ്പിക്കാനോ ഒന്നും നേരമില്ല. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ എന്ത് പറ്റി? ഈ യന്ത്രം ഗുണവും ഉണ്ട് ദോഷവും ഉണ്ടെങ്കിലും അതിനകത്തേക്ക് ഒതുങ്ങിപ്പോയി. അങ്ങനെ ഓണം ഇപ്പം ജനം കാണുന്നത് ഞങ്ങളുടെ ആ ഭാഷയിൽ അന്ന് ഞങ്ങൾ പറഞ്ഞു വെച്ചത് ഇല്ലേ, എന്താണ് ഓണം? ടി വിയിലാണോ അല്ലെങ്കിൽ വീട്ടിലാണോ നാട്ടിലാണോ എങ്ങനെയായിരുന്നു? പാട്ടുണ്ടായോ പാരഡി? അതെ അതെ, അത് നമ്മുടെ VR പ്രസാദ് സാറല്ലേ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു. അത് ഒരു കാലഘട്ടം മുഴുവൻ അദ്ദേഹത്തിന്റെ മനോഹരമായ നല്ല വരികൾ, നല്ല സംവിധായകനും നല്ല സിനിമയുമായി വന്നപ്പോൾ ആ പാട്ട് ഞങ്ങളിലേക്ക് കടന്നു വരികയും അതിന് ഞങ്ങൾ അന്ന് എഴുതിയ ഒരു പാരഡി ഉണ്ട് ഓണത്തിന്റെ. ഏതാത്? തകർത്താലോ? ഓണംകളി, വള്ളംകളി, പെണ്ണുങ്ങട തൊങ്കിക്കളി, നാടൻ കളി, നാട്ടിൽ കളി കാണാനില്ല ഇന്നിപ്പോൾ. ജാതിക്കളി, പാർട്ടിക്കളി, ഒരു മാതിരി നാശക്കളി, അങ്ങട് തല്ല് ഇങ്ങട് തല്ല്. നാട്ടിൽ ഊഞ്ഞാലാട്ടമില്ല, പിന്നെ ഓണത്തിനോണുമില്ല, പിന്നെ പൂക്കളം തീർക്കലും ആർപ്പുവിളികളും ടിവിയിൽ മാത്രമായി. ഇതിലൊരു സാമൂഹ്യ വിപത്ത് നമ്മൾ ആൾക്കാരെ ശ്രദ്ധയെ കൊണ്ടുവരുന്നുണ്ട്. അല്ല അങ്ങനെ ആയിപ്പോയി എല്ലാവരും. തീർച്ചയായിട്ടും.